ജമീല മോനെ, ഉപ്പാനെ ഒന്ന് നോക്കിയേ. ഉമ്മർക്കാനോട് കുറച്ച് പൈസ കടായിട്ട് ചോദിച്ചിട്ടുണ്ട്. മേടിച്ചാ മതിയാ, കൊടുക്കണ്ടേ? ഇതിപ്പോ എങ്ങനെ വീട്ടാനോ? തൊഴിലുറപ്പിന്റെ പൈസ വന്നാ കൊടുക്കാം. പൊരിയിലെ കാര്യം നടക്കണ്ടേ? ഉമ്മ, എഴുതാൻ പേനയില്ല. മോന് വന്ന് കത്തലടക്ക്. ഉമ്മ, അതിലൊന്നും മഷിയില്ല ഉമ്മ, ഞാൻ നോക്കിയതാ. മതി ഉമ്മ. മോനിപ്പിനോണ്ട് എഴുതിക്കോ. നമുക്ക് വേറെ നാളെ മണിക്കാം. അൻവരി നിക്ക്. നിന്റെ ഉപ്പാക്കനെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റൂലല്ലേ? എന്റെ അച്ചാച്ചൻ പറയും നമ്മൾ എന്തു ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധ വേണമെന്ന്. എന്നാൽ ഒന്നും സംഭവിക്കില്ല. മക്കളെ നിന്ന് സ്കൂളിലേക്കാ? അതെ. അതിന് സമയമായില്ല കുട്ടാ. ഇതാ മിഠായി. നമ്മൾക്ക് കുറച്ച് സമയം അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ കാവ്യ ഒരു സംസാരം? ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ. എഴുന്നേൽക്ക്. എന്താ ഇത്ര വലിയ കാര്യം? ഇന്നലെ സ്കൂളിൽ വിട്ടു പോകുമ്പോ ഒരാൾ ഞങ്ങളെ പിന്നാലെ തന്നെ വന്നു. എന്നിട്ട് മിഠായി വെച്ച് നീട്ടി. എന്നിട്ട് നീ അത് വാങ്ങിച്ചോ? ഇല്ല ടീച്ചർ, ഞങ്ങൾ ഓടിപ്പോയി. അത് നന്നായി. പരിചയമില്ലാത്ത ആരുമായും ഇടപഴകാൻ പാടില്ല. പല രീതിയിലും പല വേഷത്തിലും ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ നന്നായി സംസാരിക്കുകയും നിങ്ങളോട് ചങ്ങാത്തം കൂടാനും വരും. അത്തരക്കാരുടെ ഉദ്ദേശം മറ്റു പലതുമാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ പോലും എടുക്കും. നിങ്ങൾ ദിവസവും പത്രത്തിലും ടിവിയിലും ഒക്കെ കാണാറില്ലേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയ സംഭവങ്ങൾ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ദിവസവും പത്രം എടുത്ത് വായിക്കണം, കേട്ടല്ലോ? ഓടിക്കോളാ. അപ്പോ നിനക്കറിയാ അയാളെ? ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നേ. പിന്നെങ്ങനെ അറിയാനാ? അയാളെ കാണുന്നില്ലല്ലോ. പോയി കാണും, വാ പോവാം.
അപ്പു എന്റെ പേന കാണുന്നില്ല. സാരമില്ല, അത് പോട്ടെ. ഇതാ പേന. അപ്പൊ നിനക്ക് പേന? അത് വേറെ ഉണ്ട്. വാ പോവാം. അപ്പോ വേഗം വാ, ബെല്ലടിച്ചെന്നാ തോന്നുന്നു. അപ്പു ബെല്ലടിച്ചു, പോകാം. നീ പോയിക്കോ, ഞാൻ വരാം. ബെല്ലടിച്ചു, ക്ലാസ്സിൽ വരുന്നില്ലേ? നീ പോയിക്കോ. അതെന്താ, നീ വരുന്നില്ലേ? ഇല്ല. അതെന്താ, സുഖമില്ലേ? അത് പ്രണാമം പ്രണാമം മഹജ്ഞാനസാര പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസ്സിൽ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ തരൂപൻ. അന്റെ കാതറെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായി നടക്കണ്? പഠിച്ചവന് നടക്കാത്ത കാര്യല്ലേന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ മർക്ക. ഇപ്പോഴത്തെ പിള്ളേർ മഹാബെടക്ക. ഒന്നിനൊരു നിയന്ത്രണമില്ല. തോന്നിയ പോലെ അങ്ങ് ജീവിക്കല്ലേ. അത് ശരിയാ. കുഞ്ഞു പിള്ളേരെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥയാ ഇപ്പോ. കള്ളും കഞ്ചാവും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്കൂൾ പരിസരത്തൊക്കെ കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ പോയാൽ എന്താ ചെയ്യാ? വല്ലാത്ത കാലം തന്നെ ഇത്. നമ്മളിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഇതാരപ്പാ? നമ്മുടെ അനുകൂലല്ലേ? നന്നായി പഠിക്കണണ്ടാ. ഇതെന്തപ്പ ഇങ്ങനെ നോക്കണ്? ഉമ്മർക്കാനിൽ ആദ്യമായിട്ടാണ്. ഇതെന്ത് പറ്റി? അല്ലാ, ഇതാ നീ ചോദിച്ച പൈസ പൊരയിലെ ചെലവെടുക്കട്ടെ. അപ്പൊ നമ്മളിറങ്ങാ. ഇൻഷാ അല്ലാ. എന്നാ വരട്ടെ. നീ എന്താടെ കളിക്കാനല്ലേ? എന്റെ കയ്യിൽ കോട്ടിയില്ല. കൂട്ടണ്ട, ഓന്റെ അടുക്ക കോട്ടിയില്ലല്ല. എന്നാ ഞാനും ഇല്ല. ഇതാ കോട്ടി. നല്ല പനിയുണ്ടല്ലോ. ഈ പാതിരാക്ക് നമ്മൾ എന്ത് ചെയ്യും? മോനെ അൻവറെ, മോനെ
ജമീല, എന്താ മോന്? ഞമ്മളെ മോനൊന്നും മിണ്ടുന്നില്ല. നീ മോന്റെ അടുത്ത് കിടക്ക്, വെളിച്ചം വരട്ട്, എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ പടച്ചം പുരാനെ, എന്റെ മോനെ കാത്തുകൊള്ളണം. ഇത് കണ്ടോ? ഞാൻ വായിക്കാം. ഞാൻ വായിക്കുന്നത് നീ കേട്ടോ. ചങ്കുളത്ത് 4 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. ചെങ്കുളത്ത് മാത്രമല്ല ഇതൊന്നും നടക്കുന്നത്. ഇവനെയൊക്കെ നടു റോഡിലിട്ട് കല്ലെറിഞ്ഞ് കൊല്ലയാ വേണ്ട. ആ പൈസ കൊടുത്തേ. നമുക്ക് പെട്ടെന്ന് പോണേ, മറ്റേ ശരിയാക്കാണ്ടല്ല. ചന്തുവേട്ടാ, നമ്മളിപ്പോ വന്നത് നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിക്ക് നല്ല സുഖമില്ല. ചന്തുവേട്ടൻ അറിയുന്ന കുട്ടി തന്നെയാ. ഓ, നമ്മുടെ ജമീലയുടെ മോന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. ഖാദറിന്റെ കാര്യം അങ്ങനെ, ഇപ്പൊ ചെക്കന്റെ കാര്യം. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്നും ഒരു ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഗതിയില്ലാത്ത കുടുംബ. അപ്പൊ അത് കൊടുക്കാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. പേര് ഒരു ചന്ദ്രശേഖരൻ മാസ്റ്റർ. നല്ല എഴുത്തുകാരനായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. ചന്തുവേട്ടന്റെ വലിയ കൂട്ടായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാന്നറിയോ? ചന്തുവേട്ടന്? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ചന്തുവേട്ടാ, ഇന്നോ നാളെയോ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കും. എന്നാ ശരി. അല്ല ചന്തുവേട്ടനോ? വാ, കേറി വാ. എന്താ ഒട്ടനെ തുറന്നില്ലേ? ഓ, തുറന്നു. ഞാനിത് ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ. ആ ജമീലയുടെ മോന് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാനാണ് ഏൽപ്പിച്ചതാ. ആര് തന്നതാണെന്നറിയാതെ ഞങ്ങൾ എങ്ങനെയാ വാങ്ങിക്കുന്നത്? മാഷ് അതുകൊണ്ട് ആദ്യം പിടിക്കണ്ട. ഞാനല്ലേ തരുന്നത്. സത്യമുള്ള പണമാ. ഇപ്പൊ അത് മനസ്സിലാക്കിയാ. സ്വന്തം മാഷേ, ചന്തുവേട്ടനല്ലേ തരുന്നത്? ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇപ്പൊ സമാധാനായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ ഗണേശ, ആ പെരുന്നാളെ കണ്ടടാ? ഇയാൾ ഇടക്കിടക്ക് ആ സ്കൂൾ പരിസരത്ത് കാണാറുണ്ട്. സ്കൂൾ പിള്ളേരെ ശല്യം ചെയ്ത ഒരാളെ കുറിച്ച് സംസാരമുണ്ട്. നിങ്ങൾ വാ, എന്നാ വാടാ. ഏയ്, എങ്ങോട്ട്? ഖാദറിന്റെ വീട് വരെ. എവിടെ പോന്നേ? എങ്ങോട്ടും പോണ്ട. വേഗം സ്ഥലം കാലൊക്കെ നോക്ക്. പിള്ളേരെ ദ്രോഹിച്ചൊരു പാവം കുട്ടിയെ കിടത്തിയില്ലേ? ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുത്. വിടാൻ നോക്ക് കേട്ടോ? എന്താ നിങ്ങളീ കാണിക്കുന്നത്?
ഇങ്ങനെയും കാണിക്കും. വിടാൻ നോക്ക് കളവാ. നിങ്ങൾ എന്തായി ചെയ്തത്? ഇതാരാന്നറിയോ? നിങ്ങൾ ആരെ ഉപദ്രവിച്ചെന്നറിയോ? മാഷ് എന്നോട് പൊറുക്കണം. ഇനിയും പറയാതിരിക്കാൻ വയ്യ. ഇതാ ഇവളുടെ അവസ്ഥ കണ്ട് ഈ മാഷന്മാര് ഇവൾക്ക് കൊടുത്ത പണമില്ലേ, അതിൽ 50,000 രൂപ ഈ മാഷ് നൽകിയതാ. ഇനി എന്തിനാ നിൽക്കുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ, പോയിക്കോടെ. ജമീലക്ക് മനസ്സിലായോ ഇതാരാന്ന്? നിന്റെ മോൻ പഠിക്കുന്ന സ്കൂളിലെ മാഷ. ചന്ദ്രശേഖർ മാഷ്. അതെ, ആ മാഷ് തന്നെയാ. നിന്റെ മോനെ ഒന്ന് കാണാൻ വന്നതാ ഈ മാഷ്. സുഖമില്ലാന്നറിഞ്ഞിട്ട്. ഞങ്ങള് പോവാ. മാഷേ, ഞാൻ പോവാടോ. മാഷ് ഇതെങ്ങോട്ടാ? എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ. ഭൂമി ഒരുപാട് നീണ്ടു കിടക്കുന്നതല്ലേ. ഇനി ഒരു യാത്രയില്ല ആരോടും. പ്രണയത്തിൻ തീഷ്ണത മനസ്സിനുള്ളിൽ കുളിർമഴയായി ചൊരിയുന്നു. പ്രണയത്തിൻ തീഷ്ണത മനസ്സിനുള്ളിൽ കുളിർമഴയായി ചൊരിയുന്നു. കായലിൻ കരയിൽ അന്നു ഞാനിരുന്നപ്പോൾ, കായലിൻ കരയിൽ അന്നു ഞാനിരുന്നപ്പോൾ ഒരുപാട് കവിതകൾ എഴുതി നിന്നെ കുറിച്ചുള്ള ഒരുപാട് കവിതകൾ എഴുതി. ബാല്യത്തിൻ കൗതുകം വീണ്ടും വിരിയുമ്പോൾ, ബാല്യത്തിൻ കൗതുകം വീണ്ടും വിരിയുമ്പോൾ സുഗന്ധമായി എന്നിൽ നീ നിറഞ്ഞു നിൽക്കും, സുഗന്ധമായി എന്നിൽ നീ നിറഞ്ഞു നിൽക്കും. പ്രണയത്തിൻ തീഷ്ണത മനസ്സിനുള്ളിൽ കുളിർമഴയായി ചൊരിയുന്നു. അഴകിന്റെ പൊൻതൂവൽ ചാർത്തിയ നിൻ രൂപം അലകടലായി ഒഴുകുമ്പോൾ, അഴകിന്റെ പൊൻതൂവൽ ചാർത്തിയ നിൻ രൂപം അലകടലായി ഒഴുകുമ്പോൾ ഇണയെ തേടി അലയും കിളി പോൽ, ഇണയെ തേടി അലയും കിളി പോൽ ഒരു മരച്ചില്ലയിൽ കൂടൊരുക്കാം, ഒരു മരച്ചില്ലയിൽ കൂടൊരുക്കാം. പ്രണയത്തിൻ തീഷ്ണത മനസ്സിനുള്ളിൽ കുളിർമഴയായി ചൊരിയുന്നു. കായലിൻ കരയിൽ അന്നു ഞാനിരുന്നപ്പോൾ, കായലിൻ കരയിൽ അന്നു ഞാനിരുന്നപ്പോൾ ഒരുപാട് കവിതകൾ എഴുതി നിന്നെ കുറിച്ചുള്ള ഒരുപാട് കവിതകൾ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.